കേരളത്തിലെ ആരോഗ്യ മേഖല സുരക്ഷിതമോ? നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തെ അങ്ങനെ അടച്ച് ആക്ഷേപിക്കാൻ ഞാൻ തയ്യാറല്ല. ജീവനെ വെറും നിസ്സാരവൽക്കരിച്ചെന്താണ് ഈ ഡോക്ടർമാർ ഇങ്ങനെ കാണുന്നത് എന്നുള്ളതാണ്. എന്ത് സംഭവിച്ചാലും ഇത്രയൊക്കെ നടപടി ഉണ്ടാക്കുകയുള്ളൂ തങ്ങളെ സംരക്ഷിക്കാൻ ആരെങ്കിലും എന്നുള്ള തോന്നലാണ്. ഒരുപക്ഷെ ഇത് റിപ്പോർട്ട് മാത്രം തേടിയത് കൊണ്ട് മാത്രം കാര്യം നടക്കില്ലല്ലോ. എവിടെയാണോ ആ അനാസ്ഥ സംഭവിക്കുന്നത് അവിടെ നിന്ന് തന്നെ വേരോടെ ഈ പ്രശ്നത്തെ ഇല്ലാതാക്കും. തങ്ങൾക്ക് മുകളിലുള്ള സംഘടനയോ സർക്കാരോ ഒക്കെ എത്തുമെന്ന ആ ഒരു വിശ്വാസം, ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുക തന്നെ വേണം. നമസ്കാരം, വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. നമ്പർ 1 ആരോഗ്യ കേരളത്തിന്റെ അവസ്ഥ കടുപ്പമേറിയതാണ്. സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് ജനങ്ങൾ പോകാൻ ഭയക്കുന്ന കാലം. ആരോഗ്യ കേരളം വെന്റിലേറ്ററിൽ നിന്നും ഇതുവരെ ഡിസ്ചാർജ് ആയിട്ടില്ല. രോഗികൾക്ക് തീരാ ദുരിതം. ജീവൻ വെച്ച് കളിക്കുന്നത് ഇനിയും മതിയാക്കിക്കൂടെ? ആരുടെ ഭാഗത്തെ അനാസ്ഥ? ഉത്തരവാദി ആര് എന്നതാണ് ചോദ്യം. കേരളത്തിലെ ആരോഗ്യ മേഖല സുരക്ഷിതമോ? ഈ വിഷയമാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ പരിശോധിക്കുന്നത്. സിസ്റ്റത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണം ആലപ്പുഴ സ്വദേശി ഉഷ ജോസഫ്. കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ് നമ്മൾ കണ്ടത്. നമ്മൾ അതാണിന്ന് ചർച്ച ചെയ്യുന്നത് കൂടി. ഈ ഉഷ ജോസഫ് 2021 വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്നത്. അതിനുശേഷം 5 വർഷമായി. ഈ 5 വർഷം കൊണ്ട് അവർ വേദന സഹിക്കുകയാണ്. എന്താണ് ആ വേദന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. പിന്നീട് ഒരു സ്വകാര്യ ലാബിൽ പോയി പരിശോധിക്കുമ്പോഴാണ് വയറ്റിൽ കത്രിക എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അവർ ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഈ വണ്ടാനത്ത് തന്നെ പോയിട്ട് എനിക്കിങ്ങനെ വയറുവേദന ഉണ്ട് എന്ന് പറയുമ്പോഴൊക്കെ പറയുന്നത് മൂത്രത്തിൽ കല്ലാണ്, അല്ലെ പല കാരണങ്ങൾ കൊണ്ട് പറയുന്നു. അതുകൊണ്ടാണ് ഈ വയറുവേദന എടുക്കുന്നത് എന്നതാണ് ഡോക്ടർമാർ സഹിതം പറയുന്നത്. പിന്നീട് ഒരു സ്വകാര്യ ലാബിൽ പോകുമ്പോൾ ഇത് കണ്ടെത്തുന്നു. എത്രത്തോളം ദുരിതാവസ്ഥയാണ് ആ അമ്മ അനുഭവിക്കേണ്ടി വന്നത് ഈ 5 വർഷക്കാലം കൊണ്ട്. തീർച്ചയായും ഞാൻ അശ്വതി തുടക്കത്തിൽ പറഞ്ഞ ആ ഇൻട്രോയിലെ ആ പോയിന്റുകൾ ഒന്ന് നോക്കുകയായിരുന്നു. നമ്മൾ നമ്പർ 1 ആരോഗ്യ കേരളം, അത് അവിടെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഈ നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തെ അങ്ങനെ അടച്ച് ആക്ഷേപിക്കാൻ ഞാൻ തയ്യാറല്ല. ഒരുപക്ഷെ ലോകത്തിലെ പല ഭാഗങ്ങളിലുള്ള ആരോഗ്യ രാജ്യങ്ങളിലെ ആരോഗ്യ സംവിധാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ മികച്ച രീതിയിലുള്ള, രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള ആരോഗ്യ സംവിധാനത്തിൻ്റെ കീഴിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അത് ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ചില പുഴുക്കുത്തുകൾ അല്ലെങ്കിൽ ചില കല്ലുകടികളൊക്കെ ഇത് ആദ്യത്തേതല്ല. ഇപ്പോൾ ഉഷ ജോസഫിൻ്റെ കാര്യം പറഞ്ഞു, ഇത് ആദ്യത്തേതല്ല, പക്ഷേ അവസാനത്തേതാകാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു സംവിധാനത്തെ അപ്പാടെ ആക്ഷേപിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ എങ്കിൽ കൂടിയും ഉഷ ജോസഫിന് സംഭവിച്ചതുപോലെ, സുമയ്ക്ക് സംഭവിച്ചതുപോലെ, വേണുവിന് സംഭവിച്ചതുപോലെ, ഹർഷിനിക്ക് സംഭവിച്ചതുപോലെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, അനാസ്ഥകൾ, മരണങ്ങൾ, രോഗാവസ്ഥ, ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഉഷ ജോസഫിൻ്റെ കാര്യം പറഞ്ഞു. 5 വർഷം ഈ കോവിഡ് സമയത്താണ് ഇവർക്ക് ഈ ശസ്ത്രക്രിയ നടക്കുന്നത് തന്നെ. ഗർഭാശയത്തിലെ മുഴ മാറ്റാനുള്ള ശസ്ത്രക്രിയയാണ്. അത് നടന്ന് ആ കത്രിക ഉള്ളിൽ പെട്ടു. അവർ ഈ 5 വർഷം അനുഭവിച്ച വേദനയെന്ന് പറയുന്നത്, ഇനി അവർ എവിടെ പോയി എന്തൊക്കെ നീതി അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് ആരെയൊക്കെ നിർത്തിയാലും അല്ലെങ്കിൽ ഇവർക്ക് എന്തൊക്കെ നഷ്ടപരിഹാരം നൽകിയാലും ഒരുപക്ഷെ ഒരിക്കൽ പോലും നമുക്ക് അവരനുഭവിച്ച വേദനയ്ക്കുള്ള പരിഹാരം കൊടുക്കാൻ സാധിക്കില്ല എന്നതാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ നമുക്ക് പ്രയാസം തരുന്ന ഒരു കാര്യം, ഈ ഒരു അസുഖവുമായി അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുമായി അവർ വീണ്ടും ആശുപത്രിയെ സമീപിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ആ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണമാണ്. ഒരുപക്ഷെ മൂത്രത്തിൽ എന്താണ് ശരിയായ അവരുടെ പ്രശ്നമെന്ന് ഒന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ഡയഗ്നോസ് ചെയ്യാൻ പോലും ആ ഡോക്ടർമാരുടെ ഭാഗത്തും തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ അവർ അത് വേറെ രീതിയിൽ മൂത്രത്തിൽ വയറ്റിൽ കത്രിക കുടുങ്ങി കിടക്കുന്നതിനെ മൂത്രത്തിൽ കല്ലായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് അതിന് വേറെ രീതിയിൽ ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ മെഡിക്കൽ കോളേജുകളെല്ലാം സാധാരണയിലും സാധാരണക്കാരായ ആളുകളാണ് ചെന്ന് എത്തിച്ചേരുന്നത്. തീർച്ചയായും പാവപ്പെട്ടവരെ ആശ്രയിക്കുന്ന പാവപ്പെട്ട ആളുകളാണ് ഏറ്റവും കൂടുതൽ ഈ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോഴാണ് ഇതൊന്നും ഒരു തരത്തിലും നീതീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. കാരണം ആ അമ്മ 5 വർഷത്തോളം പോയി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവം, എന്താണ് എനിക്ക് പറ്റിയത് എന്നുള്ളത്. അവരുടെ ആ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് കൂടി സങ്കടം വരികയാണ്. കാരണം അവർ അത്രത്തോളം വേദനയായിരിക്കും ഒരു പക്ഷേ അനുഭവിച്ചിട്ടുള്ള, ഒരു പക്ഷേ എന്നല്ല, തീർച്ചയായിട്ടും അവർ അത്രത്തോളം വേദന അനുഭവിച്ചു വന്നതാണ്. അപ്പോൾ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ അവരോട് കൊടുക്കുന്ന നിർദ്ദേശം അലക്കാൻ പാടില്ല, തൂക്കാൻ പാടില്ല, മുറ്റമടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ ചോദിക്കുന്നത്, വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോകുന്നത് ഇവർ പുറത്ത് ഒരു ലാബിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഈ
വയറ്റിൽ ഇങ്ങനെ കത്രികയുടെ രൂപത്തിലുള്ള ഒരു വസ്തു ഉണ്ട്, അത് കത്രിക തന്നെയാണെന്ന് അത് തിരിച്ചറിയുന്നതും അങ്ങനെ അവർ പിന്നെയും പോവുകയാണ് ഹോസ്പിറ്റലിൽ. വീണ്ടും മണ്ടാറത്ത് പോകുമ്പോഴാണ് ഈ പറയുന്നത് നിങ്ങൾ അപ്പോൾ അവർ ഇത്രയും കാലം ഈ വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് ഈ വേദനയെല്ലാം ചെയ്തുകൊണ്ട് അപ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ അവർക്ക് മൂത്രത്തിൽ കൂടി രക്തം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ്, സഹിക്കാൻ വയ്യാത്ത വേദനയായപ്പോഴാണ് വീണ്ടും അവർ ആശുപത്രിയെ സമീപിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവരെ അമൃത മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഏറ്റവും നല്ല രീതിയിൽ ശസ്ത്രക്രിയ നടത്തി അവർ കത്രിയൊക്കെ പുറത്തെടുത്ത് സുഖം പ്രാപിക്കുമായിരിക്കും. പക്ഷേ ഇതൊന്നും പറ്റാതെ അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ട നമുക്ക് വെളുപ്പിൽശാലയിൽ ബിസ്മീറിനെ മറക്കാൻ സാധിക്കില്ല. മരണവെപ്രാളത്തിൽ നമ്മൾ ആ CCTV ദൃശ്യങ്ങളെല്ലാം കണ്ടതാണ്. ആരെങ്കിലും ഉണ്ടോ, ഡോക്ടർ അകത്തുണ്ടായിരുന്നു, നേഴ്സ് അകത്തുണ്ടായിരുന്നു, എന്നിട്ടെങ്കിലും ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിന് മുൻപ് ആ ഭാര്യയും ഭർത്താവും അവസാന നിമിഷം വരെ പിടയ്ക്കുന്ന ആ മനുഷ്യൻ മരണവെപ്രാളത്തിൽ റിസപ്ഷൻ കൗണ്ടറിൽ ഓടി നടക്കുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ ഇതിനെയൊന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. പേരിലാണെങ്കിൽ കൂടിയും അതെ, ഡോക്ടർമാർ നമ്മൾ ദൈവമായൊക്കെയാണ് കണക്കാക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഇങ്ങനെയുള്ള തെറ്റുകൾ ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകില്ല. അപ്പോൾ ആ മരണവെപ്രാളത്തിൽ ബിസ്മീർ എന്ന് പറയുന്ന വ്യക്തി വെപ്രാളപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോട്ട് മാറ്റുകയാണ്. പക്ഷേ വേണുവിന് ഇത്തരത്തിൽ ഒരു ഡയാലിസിസ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ കിഡ്നി പ്രശ്നമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയാതെ അല്ലെങ്കിൽ അതിന് ഡോക്ടർമാർ പറയുന്ന കാര്യം വെച്ചാൽ ആശയവിനിമയത്തിൽ ഞങ്ങൾ ബന്ധുക്കളോട് കാര്യമെല്ലാം സംസാരിച്ചിരുന്നു, ഒരു ആൻജിയോഗ്രാം ചെയ്യാനുള്ള സാഹചര്യത്തിലായിരുന്നില്ല വേണു. പക്ഷേ ഞങ്ങൾ ആശയവിനിമയം നടത്തിയത് ഈ രോഗിയുടെ ബന്ധുക്കൾക്ക് മനസ്സിലായില്ല എന്നാണ്. അക്കാര്യത്തിലോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഇതിൽ കൈ കഴുകുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. അതായത് ജീവനെ വെറും നിസ്സാരവൽക്കരിച്ച് എന്താണ് ഈ ഡോക്ടർമാർ ഇങ്ങനെ കാണുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഒരു കാര്യം പോയി പറയുമ്പോൾ അവരതിനെ വളരെ ലഘൂകരിച്ച് പറയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സ്വപ്ന കുറേ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി. അതുപോലെ തന്നെ ഒരു പ്രസവത്തെ തുടർന്ന് വയറ്റിനകത്ത് തുണി വെച്ച് മറന്ന ഒരവസ്ഥ, അത് പിന്നീട് രക്തസ്രാവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, തുണി പുറത്തേക്ക് വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ അത് ആശുപത്രിയിൽ ചെല്ലുമ്പോഴത്തേക്കും അവർ പറയുന്ന ആ ഒരു മറുപടിയാണ് അതിനെ എത്ര നിസ്സാരവൽക്കരിച്ച് കാണുന്നു. എങ്ങനെയാണ് ഡോക്ടർമാർക്കൊക്കെ ഇത്രയും മനുഷ്യജീവൻ ഇത്രയും വിലയുള്ളൂ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്ര ലഘൂകരിച്ച് അവർക്ക് സംസാരിക്കാൻ കഴിയുന്നത്? അവിടെയാണ് ആരോഗ്യ കേരളം ചോദ്യചിഹ്നമായി മാറുന്നത്. ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിനെ ന്യായീകരിക്കുക, അല്ലെങ്കിൽ തങ്ങളുടെ കൈവിട്ടു പോയ ഒരു കാര്യത്തെ ന്യായീകരിച്ച് അവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ പലപ്പോഴും ഇത്തരം കേസുകളെല്ലാം പൊതുജനമധ്യത്തിൽ അല്ലെങ്കിൽ നമുക്കൊക്കെ മുന്നിൽ എത്തുന്നത് തന്നെ ഇതിന് വിധേയരായവരുടെ അല്ലെങ്കിൽ ഈ വേദന അനുഭവിക്കുന്നവർ തുടരെ നമുക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് മുന്നിൽ അല്ലെങ്കിൽ ഇവരിങ്ങനെ വന്ന് ഈ പരാതികളെല്ലാം പറയുമ്പോൾ തന്നെയാണ് ഒരുപക്ഷെ ഒരു വലിയ രീതിയിൽ ജനശ്രദ്ധ അങ്ങോട്ട് പോകുന്നത് പോലും. ഏറ്റവും ഉദാഹരണം ഇവിടെ നമുക്ക് മറന്നു പോകാൻ പറ്റാത്തൊരു പേരാണ് സുമയ്യ. ഇപ്പോൾ ഈ ഉഷ ജോസഫിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഹർഷിനിക്ക് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കറിയാം കോഴിക്കോട് അവർ ഒരു 9ഓളം ശസ്ത്രക്രിയകളാണ് ഈ ഒരു 6-7 വർഷത്തിനകത്ത് അവർക്ക് നടത്തിയത്. ഇപ്പോഴും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സമാനമായ കേസ് തന്നെ. അതെ മൂന്നാമത്തെ പ്രസവവുമായി ബന്ധപ്പെട്ടായിരുന്നു അവർക്ക് ശസ്ത്രക്രിയ. ഇപ്പോഴും അവർ സമരത്തിലേക്ക് പോകുന്നു. ഒരു 165 ദിവസത്തോളം അവർ സമരം ഇരുന്നു. അപ്പോഴും നോക്കണം, നീതി ലഭിച്ചിട്ടില്ല. ഇതാണ് സ്വപ്ന പറയുന്നത്. അതായത് നേരത്തെ ഉണ്ടായ പിഴവുകൾ നികത്തിയോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കാണുകയോ നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ വീണ്ടും ഈ പിഴവുകൾ ആവർത്തിക്കപ്പെടില്ല എന്നുള്ളത്. ഒന്നും അല്ലെങ്കിൽ ഒരു മനസ്സിലൊരു പേടിയെങ്കിലും ഉണ്ടാകും, അങ്ങനെ ഒരു തെറ്റ് വന്നാൽ ഇങ്ങനെ സംഭവിക്കുമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുമല്ലോ എന്ന്. ഇത് റിപ്പോർട്ട് മാത്രം തേടിയത് കൊണ്ട് മാത്രം കാര്യം നടക്കില്ലല്ലോ. കാരണം അതിനെന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകും, എങ്കിലേ അവർക്കൊരു ഭയം ഉണ്ടാകുകയുള്ളൂ. ഇത് എന്തുമാകാം എന്നൊരു തോന്നലുണ്ടോ എന്നുള്ള സംശയമുണ്ട് എന്ന് പറയുന്നിടത്താണ് ഈ സുമയുടെ കേസ് എടുത്തു പറയേണ്ടത്. അപ്പോൾ സുമയുടെ കേസിലാണെങ്കിൽ മറ്റവർക്കൊക്കെ ഈ പറഞ്ഞ ഒരു ശസ്ത്രക്രിയയിലൂടെ ഇപ്പോൾ ഉഷ ജോസഫിന് 2 ദിവസം ഈ ശസ്ത്രക്രിയ നടത്തിയ ഒരു പക്ഷേ ആ കത്രിക വയറ്റിൽ നിന്ന് എടുക്കാൻ സാധിക്കും, അവർ പെട്ടെന്ന് സുഖം പ്രാപിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. പക്ഷേ സുമയ്യ, അതായത് തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്കായി ജനറൽ ഹോസ്പിറ്റലിൽ എത്തി ശസ്ത്രക്രിയ നടത്തി ഗൈഡ് വയർ അകത്ത് പെട്ടുപോയി സുമയ്യ. അത് അവിടെ തന്നെ ഇരുന്ന് ആന്തരിക അവയവങ്ങളുമായി ചേർന്ന് ഒരിക്കലും അത് പുറത്തെടുക്കാൻ പറ്റാത്ത രീതിയിൽ, ഒരു പക്ഷേ അവരുടെ ജീവന് പോലും എല്ലാ കാലത്തും ഭീഷണിയാകുന്ന രീതിയിൽ അവർക്ക് നിൽക്കാനോ ഇരിക്കാനോ ശ്വാസം വിടാൻ പോലും ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ആ ഗൈഡ് വയർ ചുമന്നുകൊണ്ട് ആ സ്ത്രീ ഇപ്പോഴും ജീവിക്കുന്ന രക്തസാക്ഷി പോലെ. അപ്പോൾ അവിടെ ആ ഡോക്ടർക്കെതിരെ, ഡോക്ടർ രാജീവിനെതിരെ ഈ നടപടിയെല്ലാം ഉണ്ടായപ്പോൾ ഇത് അന്വേഷിച്ച ഡോക്ടർമാരുടെ സംഘം തന്നെ ക്ലീൻ ചിറ്റ് നൽകുന്ന സാഹചര്യം ഈ എല്ലാ കേസുകളിലും ഒരുപക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉഷ ജോസഫ് ഇപ്പോൾ കഴിഞ്ഞ നെടുമങ്ങാട് പ്രസവത്തോടു കൂടി ആ കുഞ്ഞു മരിച്ച സംഭവത്തിൽ ഡോക്ടർ ബിന്ദു സുന്ദറിന് സസ്പെൻഷനാണ്. പക്ഷേ KGMOയെ ഇന്നിപ്പോൾ അവരെ തിരിച്ചെടുക്കണമെന്ന ആവശ്യം ഇവർക്ക് മുൻപും ഇവർക്കെതിരെ പരാതികൾ ഉയർന്നിട്ടുണ്ട്. അതാണ്, എന്ത് സംഭവിച്ചാലും ഇത്രയൊക്കെ നടപടി ഉണ്ടാക്കുകയുള്ളൂ, തങ്ങളെ സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ട് എന്ന ചിന്തയാണ് ഒരുപക്ഷെ. ആ ഒരു ചിന്തയാണ്, ആ ഒരു നിലപാടാണ് ഒരുപക്ഷെ
ഏറ്റവും ആദ്യം മാറ്റേണ്ടത് എല്ലാവരും പറയുന്നത് പോലെ നമ്മൾ ഡോക്ടർമാരെല്ലാം ജീവിച്ചിരിക്കുന്ന നമ്മൾ പ്രത്യക്ഷമായി ദൈവങ്ങളെ കാണുന്നത് പോലെയാണ് നമ്മൾ ഈ ഡോക്ടർമാരെയെല്ലാം കാണുന്നത്. ഒരുപാട് പണമുള്ളവരൊക്കെ വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ പോയി അതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ സാധാരണ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ ഇപ്പോഴും ആശ്രയിക്കുന്നത് ഈ സാധാരണ മെഡിക്കൽ കോളേജുകളെയും ജനറൽ ആശുപത്രികളെയും ഒക്കെ തന്നെയാണ്. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരുപാട് മികച്ച രീതിയിലാണ് നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ മറ്റ് സ്റ്റേറ്റുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് സ്വപ്ന, അതായത് ഒരുപാട് നമുക്ക് ദേശീയ തലത്തിലൊക്കെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ അവാർഡുകളൊക്കെ വാരിക്കൂട്ടുമ്പോഴും കേരളത്തിൽ ഇത് നടക്കുന്നു എന്ന് പറയുന്നത് എത്ര പരിതാപകരമായ കാര്യമാണ്. കാരണം ഒറ്റപ്പെട്ട സംഭവം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ മുൻപിൽ എണ്ണിപ്പറയാനുള്ള ഉദാഹരണങ്ങൾ കിടക്കുമ്പോൾ അതിനെ ഒറ്റപ്പെട്ട സംഭവം എന്ന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. അതാണ് പ്രശ്നം. അതാണ് ആരോഗ്യ കേരളം നമ്പർ 1 എന്നത് എവിടെ എന്ന ചോദ്യങ്ങൾ പൊതുജനങ്ങൾ ഉയർത്തുന്നത്. ഒരുപക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഈ പ്രതിഷേധങ്ങളും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അമർഷമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോഴും അവരുടെ ഉള്ളിൽ എന്തായിരിക്കും, ഈ പ്രതികരണമൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ ഇതിനൊരു പരിഹാരം ഉണ്ടാകും, നാളെ ഇത് ആവർത്തിക്കപ്പെടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവർ ആ പ്രതിഷേധം അടക്കം ഉന്നയിക്കുന്നത്. പക്ഷെ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ ഇത് എവിടെയാണോ ഇതിൻ്റെ ഒരു ഉറവിടം അല്ലെങ്കിൽ ഉത്ഭവസ്ഥാനം, എവിടെയാണോ ആ അനാസ്ഥ സംഭവിക്കുന്നത്, അവിടെ നിന്ന് തന്നെ വേരോടെ ഈ പ്രശ്നത്തെ ഇല്ലാതാക്കുക. അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായ നടപടികൾ ഉണ്ടാകുക. അല്ലെങ്കിൽ തങ്ങൾ ഇങ്ങനെ ചെയ്താലും തങ്ങളെ സംരക്ഷിക്കാനായി തങ്ങൾക്ക് മുകളിലുള്ള സംഘടനയോ സർക്കാരോ ഒക്കെ എത്തുമെന്ന ആ ഒരു വിശ്വാസം ഇത് ചെയ്യുന്നവർക്ക് അത് പോയാൽ പോട്ടെ ഞാൻ നോക്കിക്കോളാം, ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുക തന്നെ വേണം. അത് തന്നെയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായും ആദ്യമായും അവസാനമായും ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട് സ്വപ്ന, നമ്മൾ ഡോക്ടർ ഹാരിസിനെ മറന്നു പോകരുത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ഉപകരണങ്ങൾ ഇല്ല എന്ന് പറഞ്ഞത്, പാവപ്പെട്ടവരാണ് വരുന്നത്, അവരെ കൊണ്ട് ഉപകരണം വാങ്ങിച്ച് ശസ്ത്രക്രിയ ചെയ്യേണ്ട അവസ്ഥ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഈ ഡോക്ടർ ഹാരിസിനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഈ ആരോഗ്യമന്ത്രിയും ഈ സർക്കാരും ഒക്കെ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന്? അപ്പം എല്ലാ പിഴവുകളും നികത്തി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആരോഗ്യ കേരളത്തിനും അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിനും കഴിയണം എന്നുള്ളതല്ലേ. ഒരു ഭാഗത്തും മാത്രം നടപടി ഉണ്ടായാൽ അത് സാധിക്കുമോ എന്നതാണ്. തീർച്ചയായും പലപ്പോഴും നമ്മുടെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ ചികിത്സാലയങ്ങളാണോ അല്ലെങ്കിൽ കശാപ്പുശാലകളാണോ എന്ന ഒരു സംശയം ഉയരുന്നുണ്ട്. അടിയന്തര ചികിത്സ തേടി എത്തുന്നവരോടുള്ള ഈ മനുഷ്യത്വരഹിതമായ സമീപനത്തിന് തീർച്ചയായും കർശനമായ നടപടി ഉണ്ടായേ തീരും. ആരോഗ്യരംഗത്തെ ചികിത്സാ പിഴവുകൾ തുടർക്കഥയാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല ഉഷ ജോസഫിന് സംഭവിക്കുന്നത്. പക്ഷേ ഇത് അവസാനത്തേതാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.